ഹായ് ഫ്രണ്ട്സ്, അതെ എന്നോടൊരു കൂട്ടുകാരി ചോദിക്കുകയാണേ, നീ എങ്ങനെയാടി രണ്ട് പിള്ളേരെയും വീട്ടിലെ ജോലികളും യൂട്യൂബ് ചാനലും എങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ഇത് വായും കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ചെയ്ത് കാണിച്ചു കൊടുക്കല്ലേ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എല്ലാ വീട്ടമ്മമാരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ജോലി ചെയ്യുന്നത്, എന്നാൽ പോലും കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും. നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു വീടിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്ക് അടുക്കള തന്നെയാവും അല്ലേ. അപ്പോൾ അടുക്കളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അടുക്കളയത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ജോലിയൊന്നുമില്ല. പാചകം ചെയ്യണം, പാത്രങ്ങൾ കഴുകണം, അടിച്ചുവാരി തുടയ്ക്കണം, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ. അപ്പോൾ ഇതെല്ലാം ഒത്തിരി വലിയ ഭാരപ്പെട്ട പണിയൊന്നും അല്ല കേട്ടോ ഗൈസ്. ഈ പണികളെല്ലാം ഞാൻ നല്ല ആസ്വദിച്ച് ചെയ്യുന്ന പണികൾ തന്നെ കേട്ടോ. അപ്പം നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിൽ 4 പേരാണുള്ളത്. 4 പേരും ഉദ്ദേശിച്ചത് ഒരാളിപ്പോൾ കഴിക്കാനായിട്ടില്ല, അതായത് നമ്മുടെ ലിയോ ആണ്. ബാക്കി 3 പേര്, ഞാൻ, ഹസ്ബൻഡ്, അതേപോലെ അത്തൂസും, അങ്ങനെ 4 പേര് അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. അപ്പം യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കൈയോടെ തന്നെ കഴുകി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ രാത്രി കിടക്കാൻ നേരത്തെ നമ്മൾ ഒത്തിരി പാത്രങ്ങൾ കൂട്ടിയിടാതെ രാത്രി കഴിച്ച പാത്രങ്ങളും ഉണ്ടാക്കി വെച്ച പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വയ്ക്കും. പിന്നെ അടിച്ചു വാരും ചെയ്യും, അതേപോലെ അടുക്കളയിൽ നിന്ന് തുടച്ചിടും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ അടുക്കളയ്ക്ക് രാവിലെ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. എന്നതാ പറയുക, ഒരു ഫ്രഷ് ഫീൽ എന്നൊക്കെ പറയില്ല അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 1/4 മണിക്കൂർ നമ്മൾ അടുക്കളയിൽ തന്നെ കളയേണ്ടി വരും. അപ്പം ഞാൻ എഴുന്നേൽക്കുന്നത് 6:30 കേട്ടോ. കാരണം ലിയോ ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രി അങ്ങനെ ഉറങ്ങാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് 6:30 ഞാൻ എഴുന്നേൽക്കാറ്. പിന്നെ എനിക്ക് ഈ വീട്ടിൽ പണി എന്ന് പറയാനായിട്ട് അലക്കലാണ് ഉണ്ടാവുക. അതായത് ലിയോൻ്റെ ഒരുപാട് തുണികൾ, യൂറിൻ പോയ തുണി, മോശം പോയ തുണി, അതല്ലാതെ വലിയ ആൾക്കാർ തുണികൾ, അത്തൂസിൻ്റെ തുണികൾ, അങ്ങനെ. അതുകൊണ്ട് ഞാൻ ലിയോ കുട്ടൻ്റെ ആവുന്ന തുണികളൊക്കെ ഞാൻ 2 നേരം അലക്കാറുണ്ട്. പിന്നെ നമ്മുടെ വലിയ ആൾക്കാരുടെ തുണികളെല്ലാം 1 മണിക്കൂർ സോപ്പ് വെള്ളത്തിലെല്ലാം മുക്കി വെച്ച് നല്ലപോലെ അലക്കിയെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോഴത്തേക്കൊക്കെ 2 പിള്ളേരിൽ ഏതെങ്കിലും ഒരാളെ എഴുന്നേറ്റിട്ടുണ്ടാവും. മിക്കപ്പോഴും നമ്മുടെ ലിയോ ആണ് എഴുന്നേൽക്കാറ്. കാരണം അത്തൂസ് ഉറങ്ങാൻ ഒരു 12 മണിയാവും രാത്രി. അതുകൊണ്ട് തന്നെ അവൾ രാവിലെ നല്ല ഉറക്കാവും. ലിയോ കുട്ടനാവുമ്പോൾ എഴുന്നേറ്റിട്ട് വേറെ വഴക്കൊന്നും ഉണ്ടാക്കില്ല. പുള്ളി ചുമ്മാ കടന്ന് കളിക്കും, അല്ലെങ്കിൽ ഫീഡ് ചെയ്തിട്ട് അവിടെ കിടത്തി കഴിഞ്ഞാൽ ഉറങ്ങും. ഇപ്പോൾ പിന്നെ 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ തുണി ഉണങ്ങാൻ ഭയങ്കര കഷ്ടമാണേ. കണ്ടില്ലേ, നല്ല മഴയാണ്. മഴ പെയ്യുമ്പോൾ എനിക്ക് എന്താ തോന്നാറെന്ന് അറിയോ, മഴ രാത്രി പെയ്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ മഴ പകലിൽ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. തുണികളൊന്നും ഉണങ്ങത്തില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാത്രിയാണ് പെയ്യുന്നത്, ഇന്ന് നാളെ രാവിലെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മോർണിംഗിലെയും അതേപോലെ നൈറ്റിലെയും പകൽ ടൈമിലും എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസം തള്ളി നീക്കി കൊണ്ടുപോകുന്നത്. അത്തൂസിന് പിന്നെ എഴുന്നേറ്റ ഉടനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. ചൂടോടെ പുള്ളിക്കാരിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഉണ്ടാക്കി വെച്ച് തണുപ്പായതൊന്നും പുള്ളിക്കാരി അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് അവൾ എഴുന്നേറ്റിട്ടാണ് ഞാൻ മിക്കപ്പോഴും അവൾക്ക് കഴിക്കാൻ ഉണ്ടാക്കുക. കൂടെ തന്നെ എനിക്കും കൂടി ഉണ്ടാക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേർക്കല്ലേ ഗൈസ് പകൽ വെക്കേണ്ടതുള്ളൂ, എനിക്കും അത്തൂസിനും. അതുകൊണ്ട് തന്നെ ചോറ് കറികളും ഒക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് ആ ഒരു പണിയില്ലേ. പിന്നെ രാത്രി ഞാൻ കിടക്കാൻ നേരത്തെ രാവിലെ എന്തുണ്ടാക്കണം, ഉച്ചത്തേക്ക് എന്തൊക്കെ ഉണ്ടാക്കണം എന്നെല്ലാം ഞാൻ ഒരു പ്ലാൻ ഇട്ടിട്ട് അങ്ങനെയാണ് രാവിലെ ഞാൻ എല്ലാം വന്ന് ചടപടയെന്ന് ചെയ്തിട്ട് പോകുന്നത്. ഇതിൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചുങ്ങൾ കിടന്നുറങ്ങും ഒരു ഉച്ചയാകുമ്പോൾ, 2 പേരും നല്ല ഉറക്കമുറങ്ങും. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത്. വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് കൊടുക്കുന്നത്. ചിലപ്പോൾ രാത്രികളിലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 10-12 മണിയാകുമ്പോൾ അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ എടുക്കുക പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ഡയമണ്ട് ലൈഫൊക്കെ അല്ലേ എടുക്കുള്ളൂ മിക്കപ്പോഴും. അതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലിയും വീഡിയോ എടുക്കലൊക്കെ ഞാൻ അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു രാവിലെ 6:30 മണി കേട്ടോ. ഞാൻ ചേട്ടായി എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ചായ ഇട്ട് കൊടുക്കട്ടെ. ചായ ഇട്ട് കൊടുത്താലേ എന്തായാലും തണുപ്പൊക്കെ ആയിട്ടേ കുടിക്കത്തുള്ളൂ. കാരണം എത്ര വിളിച്ചാലും എഴുന്നേക്കത്തില്ല. രാവിലെയാണ് നല്ല ഉറക്കം. എന്നാൽ ലീവുള്ള ദിവസങ്ങൾ നേരത്തെ എഴുന്നേക്കും ചെയ്യും. കമ്പനിയിൽ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലോ എഴുന്നേക്കത്തുമില്ല കേട്ടോ, ഭയങ്കര ഉറക്കാവുകയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് പോകുന്നത് ഗൈസ്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഓരോ ദിവസം മാറി മറിഞ്ഞൊക്കെ ഇരിക്കും ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇങ്ങനെയാണ് നമ്മൾ വീട്ടിലെ പണികളെല്ലാം സെറ്റാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണുന്നെങ്കിൽ ദയവായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.